والضحى والليل إذا سجى. 1. പ്രഭാത സമയമാണ് സത്യം. 2. രാത്രി ശാന്തമാകുമ്പോഴത്തെ അവസ്ഥയാണ് സത്യം. ما ودعك ربك وما قلى وللآخرة خير لك من الأولى. 3. നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല, വെറുത്തിട്ടുമില്ല. 4. തീർച്ചയായും ഇഹലോകത്തേക്കാൾ നിനക്ക് ഉത്തമമായിട്ടുള്ളത് പരലോകമാകുന്നു. وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَىٰ أَلَمْ يَجِدْكَ يَتِيمًا فَآوَىٰ. 5. വഴിയെ നിന്റെ രക്ഷിതാവ് നിനക്ക് നൽകുകയും അപ്പോൾ നീ തൃപ്തിപ്പെടുകയും ചെയ്യും. 6. നിന്നെ അവനൊരു അനാഥയായി കണ്ടെത്തുകയും എന്നിട്ട് അഭയം നൽകുകയും ചെയ്തില്ല. وَوَجَدَكَ ضَالًّا فَهَدَىٰ. 7. നിന്നെ അവൻ നേർവഴി അന്വേഷിക്കുന്നവനായി കണ്ടെത്തുകയും എന്നിട്ട് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. وَوَجَدَكَ عَائِلًا فَأَغْنَىٰ. 8. നിന്നെ അവൻ ദരിദ്രനായി കണ്ടെത്തുകയും എന്നിട്ട് ഐശ്വര്യം നൽകുകയും ചെയ്തിരിക്കുന്നു. فَأَمَّا الْيَتِيمَ فَلَا تَقْهَرْ. 9. അതിനാൽ അനാഥയെ നീ അടിച്ചമർത്തരുത്. وَأَمَّا السَّائِلَ فَلَا تَنْهَرْ. 10. ചോദിച്ചു വരുന്നവനെ നീ ആട്ടിയകറ്റുകയുമരുത്. وَأَمَّا بِنِعْمَةِ رَبِّكَ فَحَدِّثْ. 11. നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെപ്പറ്റി നീ സംസാരിക്കുകയും ചെയ്യുക. താഴെ പറയുന്നതാണ് പ്രധാന സന്ദേശം. പ്രവാചകന് അല്ലാഹു നൽകുന്ന വലിയ സ്നേഹവും സാന്ത്വനവുമാണ് ഈ സൂറത്തിന്റെ അടിസ്ഥാനം. കുറച്ചുകാലം ദിവ്യബോധനം ലഭിക്കാതിരുന്ന സമയത്ത് ശത്രുക്കൾ പ്രവാചകനെ പരിഹസിച്ചു. ഇതിൽ വിഷമിച്ച പ്രവാചകനെ ആശ്വസിപ്പിക്കാനാണ് അല്ലാഹു ഈ സൂറത്ത് അവതരിപ്പിച്ചത്. ആശയവിശദീകരണം. പ്രഭാതത്തിലെ വെളിച്ചത്തെയും രാത്രിയിലെ ശാന്തതയെയും സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹു പ്രവാചകനെ ഒരിക്കലും കൈവിട്ടിട്ടില്ലെന്നും വെറുത്തിട്ടില്ലെന്നും ഉറപ്പു നൽകുന്നു. ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളേക്കാൾ വളരെ മികച്ചതായിരിക്കും ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് വാഗ്ദാനം ചെയ്യുന്നു. തുടർന്ന് അല്ലാഹു മുമ്പ് പ്രവാചകന് ചെയ്തുകൊടുത്ത 3 വലിയ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അനാഥയായിരുന്നപ്പോൾ സംരക്ഷണം നൽകി. സത്യം അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ നേർവഴി കാണിച്ചുകൊടുത്തു. സാമ്പത്തികമായി പ്രയാസപ്പെട്ടിരുന്നപ്പോൾ ഐശ്വര്യം നൽകി. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടത് എങ്ങനെയെന്ന് അവസാന ഭാഗത്ത് അല്ലാഹു പഠിപ്പിക്കുന്നു. അനാഥകളോട് ഒരിക്കലും ക്രൂരമായി പെരുമാറരുത്. സഹായം തേടി വരുന്നവരെ ആട്ടിയകറ്റരുത്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ എപ്പോഴും സ്മരിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുക. ചുരുക്കത്തിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളരാതിരിക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ ഓർത്ത് എപ്പോഴും നന്ദിയുള്ളവരാകാനും സമൂഹത്തിലെ ദുർബലരോട് കരുണ കാണിക്കാനുമുള്ള ശക്തമായ നിർദ്ദേശമാണ് ഈ സൂറത്ത് നൽകുന്നത്.